നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഒരു മതത്തിനും ദേവാലയത്തിനും വേണ്ടി പണം മുടക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും മുൻ മന്ത്രി ജി സുധാകരൻ. SNDP യോഗം അമ്പലപ്പുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച NK നാരായണൻ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 57ാമത് ബാങ്ക് ദേശസാൽക്കരണ വാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി ഗ്രേറ്ററിന്റെ പുതിയ പ്രസിഡന്റായി നഗരസഭാ ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ കൂടിയായ നസീർ പുന്നക്കൽ ചുമതലയേറ്റു. ആലപ്പുഴ റോട്ടറി പാർക്കിലായിരുന്നു പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചത്. കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടകം ഫെസ്റ്റ് 2025 പരിപാടി നടത്തി. ആലപ്പുഴ കളക്ടറേറ്റ് അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വേമ്പനാട്ട് കായൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിഞ്ഞത്. ഈ മാസം 24 വൈകിട്ട് 4:30 തണ്ണീർമുക്കം പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വാർത്തകൾ വിശദമായി. ഒരു മതത്തിനും ദേവാലയത്തിനും വേണ്ടി പണം മുടക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും മുൻ മന്ത്രി ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച NK നാരായണൻ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മതത്തിനും ദേവാലയത്തിനും വേണ്ടി പണം മുടക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും മുൻ മന്ത്രി ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച NK നാരായണൻ വിദ്യാഭ്യാസ സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്പലം നോക്കാൻ ദേവസ്വം ബോർഡുണ്ട്. അവർക്ക് പൈസയുടെ കുറവുണ്ടെങ്കിൽ സർക്കാരിനോട് ചോദിക്കാം. സർക്കാരിന് ദേവസ്വം ബോർഡിന് പൈസ കൊടുക്കാം. നേരിട്ട് ക്ഷേത്രത്തിന് പൈസ കൊടുക്കാനും സർക്കാരിന് അധികാരമില്ല. ദേവസ്വം ബോർഡിന് കൊടുക്കാം. അവന് വഴിയേ എടുക്കാൻ പറ്റൂ. നാളെ ഇത് മുസ്ലിം പള്ളി ചോദിക്കില്ലേ, ക്രിസ്ത്യൻ പള്ളി ചോദിക്കില്ലേ, കൊടുക്കാൻ പറ്റുമോ? അമ്പലങ്ങൾ സ്ഥാപിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്, സർക്കാരിന്റെ ജോലിയാണോ? അല്ല, അത് ജനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ സ്ഥാപിക്കാം. അങ്ങനെ സ്വതന്ത്രമായി നടന്നു വരുന്ന കാര്യത്ത് പുരോഗമനമെന്ന് പറയുന്ന ഈ കാലത്ത് ജനപ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. എല്ലാവരും കൂടി ചേർന്ന് കൈകൊട്ടിപ്പാട്ടൊക്കെ നടത്തി എല്ലാം ഗംഭീരമാണ്, നീയും ഗംഭീരം, ഞാനും ഗംഭീരം, നമ്മളും ഗംഭീരം എന്ന് പറഞ്ഞാലൊന്നും ഇവിടുത്തെ സത്യങ്ങളൊന്നും ഇല്ലാതാവില്ല. ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാവില്ല. വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പ്രശ്നവും ഇല്ലാതാവില്ല. സർക്കാരിന് ദൈവവും മതവുമില്ല, അത് ജനങ്ങൾക്കുള്ളതാണ്. ഭക്തിയെ കച്ചവടച്ചരക്കാക്കരുത്. ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് നോക്കണം. ബോർഡിന് പ്രതിസന്ധി ഉണ്ടെങ്കിൽ സർക്കാരിനെ സഹായിക്കാം. ഇക്കാര്യങ്ങൾ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കണം. എല്ലാവരും കൂടി കൈകൊട്ടിപ്പാട്ട് നടത്തി എല്ലാം ഭംഗിയായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പ്രശ്നവും ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുവർണശോഭയോടെ പ്രവർത്തിച്ചിരുന്ന മുൻ യൂണിയൻ പ്രസിഡന്റ് NK നാരായണന്റെ യശസ് ഉയർത്തുന്ന കർമ്മ പദ്ധതിയാണ് അമ്പലപ്പുഴ യൂണിയൻ ഇപ്പോൾ നടപ്പാക്കി വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആലപ്പുഴ TD മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാറിനെ SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് P ഹരിദാസ് ആദരിച്ചു. യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ സ്വാഗതം പറഞ്ഞു. ഡിഗ്രി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ ജി സുധാകരൻ, +2 വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ ഡോക്ടർ B പത്മകുമാറും, SSLC വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് SDV ട്രസ്റ്റ് പ്രസിഡന്റ് R കൃഷ്ണനും സമ്മാനിച്ചു. P ഹരിദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യോഗം ബോർഡ് മെമ്പർമാരായ PV സാനു, AK രംഗരാജൻ, കൗൺസിലർമാരായ M രാജേഷ്, KP ബൈജു, VR വിദ്യാധരൻ, K ബാസി, G രാജേഷ്, പോഷക സംഘടനാ ഭാരവാഹികൾ, വിദ്യാഭ്യാസ സഹായ വിതരണ മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് B രഘുനാഥ് ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. 200ഓളം വിദ്യാർത്ഥികളും ധനസഹായങ്ങൾ ഏറ്റുവാങ്ങി. 57ാമത് ബാങ്ക് ദേശസാൽക്കരണ വാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. 57ാമത് ബാങ്ക് ദേശസാൽക്കരണ വാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ ബോഡ്ജറ്റിക്ക് സമീപം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാടക്കനാൽ ശാഖയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി CPI സംസ്ഥാന കൗൺസിൽ അംഗം
അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റെടുക്കുവാൻ പോകുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ പോലും ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്കിംഗ് സ്ഥാപനങ്ങളെ വിലക്കടിക്കുന്ന തരത്തിലേക്ക് അഥവാ വിലക്കെടുക്കുവാനുള്ള അവസരമൊരുക്കി കൊടുക്കുകയാണ്. ആരുടെ താല്പര്യങ്ങളാണ് ഇതുവഴി സംരക്ഷിക്കപ്പെടുന്നത്? ഒരു ജനായത്ത ഭരണകൂടത്തിന് കീഴിൽ സാധാരണ മനുഷ്യന്റെ ജീവിതാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാടുകളാണ് ഭരണകൂടം സ്വീകരിക്കേണ്ടത് എങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായി ലോകത്താകമാനം നടപ്പാക്കപ്പെടുന്ന സാർവത്രിക സ്വകാര്യവൽക്കരണ സമീപനത്തിന്റെ വക്താക്കളായി ഭരണകൂടം മാറിത്തീരുന്നതിന്റെ കെടുതി ഇന്ത്യയിലെ സാമ്പത്തിക മേഖലയും ഇന്ന് നേരിടാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ദേശസാൽകൃത ബാങ്കുകളാണ്. ആ വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഈ വമ്പന്മാരുടെ അഥവാ കോർപ്പറേറ്റുകളുടെ കോടാനുകോടിയുടെ നിക്ഷേപത്തിന്റെയോ നികുതി നിക്ഷേപത്തിന്റെയോ വായ്പാ പരിധിയുടെയോ ഭാഗമായിട്ടാണോ? അല്ല എന്നതാണ് യാഥാർത്ഥ്യം. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ജെ ദേവരാജൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. SBI സ്റ്റാഫ് യൂണിയൻ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സി സുജിത് ചന്ദ്രൻ, SBI സ്റ്റാഫ് യൂണിയൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ആർ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ജില്ലാ സെക്രട്ടറി നീൽ ജോസഫ് യോഗത്തിന് സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് എച്ച് ഹരീഷ് നന്ദിയും പറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്തും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിവിധ ശാഖകളിൽ നിന്നുമായി 100ഓളം പേർ ദിനാചരണ പരിപാടിയിൽ സംബന്ധിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി ഗ്രേറ്ററിന്റെ പുതിയ പ്രസിഡന്റായി നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കൂടിയായ നസീർ പുന്നക്കൽ ചുമതലയേറ്റു. ആലപ്പുഴ റോട്ടറി പാർക്കിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി ഗ്രേറ്ററിന്റെ പുതിയ പ്രസിഡന്റായി നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കൂടിയായ നസീർ പുന്നക്കൽ സ്ഥാനാരോഹണം ചെയ്തു. ആലപ്പുഴ റോട്ടറി പാർക്കിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് 2025-26 വർഷത്തേക്കുള്ള ക്ലബ്ബ് ഭാരവാഹികൾ ചുമതലയേറ്റെടുത്തത്. കേണൽ സി വിജയകുമാറാണ് ക്ലബിന്റെ പുതിയ സെക്രട്ടറി. സുവി വിദ്യാധരൻ ട്രഷററും. സ്ഥാനാരോഹണ ചടങ്ങിനെ തുടർന്ന് ചേർന്ന സമ്മേളനത്തിൽ പുതിയ റോട്ടറി വർഷത്തെ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജി സുമിത്രൻ നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് നസീർ പുന്നക്കൽ ചടങ്ങിൽ അധ്യക്ഷനായി. ചലച്ചിത്ര താരം കൊല്ലം തുളസി മുഖ്യപ്രഭാഷണം നടത്തി. റോട്ടറി 3211 അസിസ്റ്റന്റ് ഗവർണർ റോജസ് ജോസ് പുതിയ അംഗങ്ങൾക്കുള്ള പ്രതിജ്ഞാവാചകം ചൊല്ലി ക്ലബിലേക്ക് അംഗത്വം നൽകി. സെക്രട്ടറി കേണൽ സി വിജയകുമാർ, ട്രഷറർ സുവി വിദ്യാധരൻ, മുൻ പ്രസിഡന്റ് ജിൻസി റോജസ്, മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല, ജി ഹരികുമാർ, ശ്രീജ ഗിരീഷ്, ലോബി വിദ്യാധരൻ, ബിജു ജോസഫ്, രാജീവ് വാര്യർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് റോട്ടറി ഡിസ്ട്രിക്ട് സെക്രട്ടറി ജനറൽ ആർ കൃഷ്ണൻ, റവന്യൂ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ കെ ചെറിയാൻ, പ്രൊഫസർ എസ് ഗോപിനാഥൻ നായർ, വിജയലക്ഷ്മി ടീച്ചർ എന്നിവർ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തി. ക്ലബ് ഭാരവാഹികളായ സന്ദീപ് വിശ്വനാഥൻ, ഫിലിപ്പോസ് തത്തമ്പള്ളി, KL മാത്യു, സിബി ഫ്രാൻസിസ്, വേണു ഐലാട്ട്, ബോബൻ വർഗീസ്, സുമേഷ് നായർ, ലക്ഷ്മി ലോബി, എസ് രംഗനാഥൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക ഫെസ്റ്റ് 2025 പരിപാടി നടത്തി. ആലപ്പുഴ കളക്ടറേറ്റ് അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആരോഗ്യ കർക്കിടകം ഫെസ്റ്റിന് ആലപ്പുഴ കളക്ടറേറ്റിൽ തുടക്കമായി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് കുടുംബശ്രീ ഉൽപ്പന്നമായ ചാമയരി നടൻ അനൂപ് ചന്ദ്രൻ നൽകി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ മഴയുള്ള സമയമാണ്. അപ്പോൾ കർക്കിടക മാസമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഉൾപ്പെടെ നമ്മുടെ ബോഡി ഡീറ്റോക്സിഫൈങ് ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചു വരുന്നു. അപ്പോൾ അതിന്റെ ഒരു പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വർഷങ്ങളായിട്ട് പണ്ട് തൊട്ടേ നമ്മുടെ പൂർവികന്മാർ ഉൾപ്പെടെ ഈ കർക്കിടക മാസം ആചരിക്കുകയും കർക്കിടക മാസത്തിലെ ഒരു ശരീരത്തെ റിജുവനേഷൻ ഉൾപ്പെടെ ശരീരത്തിന് ഡീറ്റോക്സിഫൈങ് ഉൾപ്പെടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ഉൾപ്പെടെ ക്രമീകരണങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതോടനുബന്ധിച്ചാണ് നമ്മുടെ കുടുംബശ്രീ യൂണിറ്റ് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുകയും ഈ ഒരു സംവിധാനം ഇവിടെ വെച്ച് നടത്താനുള്ള ക്രമീകരണങ്ങൾ ചെയ്തത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഈ ഒരു ആരോഗ്യദായകമായ ഒരു വർഷം ഉൾപ്പെടെ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. എസ്പെഷ്യലി നമ്മൾ കൂടുതലായിട്ട് ആർത്രൈറ്റിസ് പേഷ്യൻസിന്, നമ്മുടെ ഡയബറ്റീസ് പേഷ്യൻസിന് ഒക്കെ ഒരു ശാരീരിക ഇമ്മ്യൂണൈസേഷൻ കൂട്ടാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ പങ്കെടുത്ത എല്ലാവരോടും ആരോഗ്യകരമായ ഭക്ഷണവും ജീവിതശൈലിയും പിന്തുടർന്ന് മുന്നോട്ട് പോകണമെന്നും കുടുംബശ്രീയുടെ ഉദ്യമത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ജില്ലാ കളക്ടർ അഭിപ്രായപ്പെട്ടു.
കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണത്തിനും പ്രതിരോധശേഷിക്കുമായി ഔഷധക്കൂട്ടുകളുടെ കലവറയാണ് കളക്ട്രേറ്റിൽ തയ്യാറാക്കിയ പ്രത്യേക പന്തലിൽ ഒരുക്കിയിട്ടുള്ളത്. മുളയരി മരുന്നുകഞ്ഞി, ചാമയരി കഞ്ഞി, ചുക്കുകാപ്പി, ബാംബുവിറ്റ ഹെൽത്ത് എന്നിവയും ഇവയുടെ പാക്കറ്റുകളും ഫെസ്റ്റിലുണ്ട്. ഔഷധക്കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കിയ മരുന്നുണ്ടയാണ് മേളയിലെ മറ്റൊരു പ്രധാന ആകർഷണം. 7 മരുന്നുണ്ടയുടെ ഒരു പാക്കറ്റിന് 175 രൂപയാണ് വില. കർക്കിടക കഞ്ഞി, പത്തിലത്തോരൻ, നെല്ലിക്ക കാന്താരി ജ്യൂസ്, ചക്ക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും ഇവിടെ ലഭ്യമാണ്. ജീവിതശൈലി രോഗങ്ങളായ കൊളസ്ട്രോൾ, പ്രമേഹം, രക്തസമ്മർദ്ദം, സന്ധിവേദന, നടുവേദന തുടങ്ങിയുള്ളവർക്ക് കഴിക്കാൻ അനുയോജ്യമായ ഭക്ഷ്യവിഭവങ്ങളുമുണ്ട് ഫെസ്റ്റിൽ. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത കുറയ്ക്കാനുള്ള ഔഷധക്കൂട്ടുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ വിവിധതരം അച്ചാറുകൾ, മുളയരി പായസം, പാലട പായസം, മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും ഇവിടെ നിന്ന് വാങ്ങാം. ജൂലൈ 26 വരെ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉദ്ഘാടന പരിപാടിയിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് രഞ്ജിത്ത്, ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ പി സുനിത, സാഹിദ് ഫൈസി, കുടുംബശ്രീ നോർത്ത് CDS ചെയർപേഴ്സൺ സോഫി അഗസ്റ്റിൻ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വേമ്പനാട്ട് കായൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 24 വൈകിട്ട് 4:30 തണ്ണീർമുക്കം പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രകൃതി സംരക്ഷണ വേദിയായ വേമ്പനാട്ട് കായൽ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. മത്സ്യങ്ങൾക്കോ അല്ലെങ്കിൽ ജലജീവികൾക്കോ മനുഷ്യനോ മാത്രമല്ല ഈ അന്തരീക്ഷം മുഴുവൻ മലിനമാകുന്നതിന് കേരളത്തിൻ്റെ മധ്യഭാഗം മുഴുവൻ, അതായത് 3 ജില്ലകളെ നേരിട്ടും 3 ജില്ലകളെ പരോക്ഷമായിട്ടും ബാധിക്കുന്ന രൂക്ഷമായിട്ടുള്ള ഒരു വിഷയമാണ് വേമ്പനാട്ട് കായലിൻ്റെ ദുഃഖമായിട്ടുള്ള അവസ്ഥ. ആ അവസ്ഥ മാറ്റണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുൻകൈയെടുത്ത് വേമ്പനാട്ട് കായൽ സംരക്ഷണ സമിതിയുടെ ലേബലിൽ ഈ വരുന്ന 24-ാം തീയതി, കർത്തവാവിൻ്റെ 24-ാം തീയതി വൈകുന്നേരം 4:30 മണിക്ക് തണ്ണീർമുക്കം പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് ഡോക്ടർ ജേക്കബ് തോമസ് IPS മുൻ DGP ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇതിനെതിരായിട്ടുള്ളൊരു സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുകയാണ്. ഈ മാസം 24 വൈകിട്ട് 4:30 തണ്ണീർമുക്കം പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ ഹാളിലാണ് കൺവെൻഷൻ നടക്കുന്നത്. വേമ്പനാട് കായൽ സംരക്ഷണ സമിതി ചെയർമാൻ S. സുബ്രഹ്മണ്യ മൂസദ് അധ്യക്ഷത വഹിക്കുന്ന കൺവെൻഷൻ റിട്ടയർഡ് DGP ഡോക്ടർ ജേക്കബ് തോമസ് IPS ഉദ്ഘാടനം ചെയ്യും. സംഘടനയുടെ മുഖ്യ ഉപദേഷ്ടാവ് KV ദയാൽ മുഖ്യ പ്രഭാഷണം നടത്തും. വേമ്പനാട് കായൽ സംരക്ഷണ സമിതി ചെയർമാൻ S. സുബ്രഹ്മണ്യ മൂസദ്, ജനറൽ കൺവീനർ S. ചന്ദ്രശേഖരൻ, രക്ഷാധികാരി K. ഗുപ്തൻ, വർക്കിംഗ് ചെയർമാൻ KM പൂവ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു മതത്തിനും ദേവാലയത്തിനും വേണ്ടി പണം മുടക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും മുൻ മന്ത്രി G. സുധാകരൻ. SNDP യോഗം അമ്പലപ്പുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച NK നാരായണൻ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 57ാമത് ബാങ്ക് ദേശസാൽക്കരണ വാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് G. കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി ഗ്രേറ്ററിന്റെ പുതിയ പ്രസിഡന്റായി നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കൂടിയായ നസീർ പുന്നക്കൽ ചുമതലയേറ്റു. ആലപ്പുഴ റോട്ടറി പാർക്കിലായിരുന്നു പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചത്. കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടകം ഫെസ്റ്റ് 2025 പരിപാടി നടത്തി. ആലപ്പുഴ കളക്ട്രേറ്റ് അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വേമ്പനാട്ട് കായൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിഞ്ഞത്. ഈ മാസം 24 വൈകിട്ട് 4:30 തണ്ണീർമുക്കം പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.